നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ലുലുവിന്റെ ഒരു ഷോപ്പിൽ ഹൈപ്പർ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള പ്രവാസികളുടെ തള്ളിക്കയറ്റവും ആളുകളുടെ ഒരു തള്ളിക്കയറ്റവും ഒക്കെ ഉണ്ടായിരുന്നു. നോക്കിയപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ അന്തം വിടുന്ന ഒരു സംഭവമാണ് അതിനകത്ത് നടക്കുന്നത്. നമുക്ക് അത് മുതൽ നമുക്ക് ഇന്നത്തെ വാർത്തകളെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കാം. സിലിക്കൺ സെൻട്രൽ മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിച്ചിരിക്കുകയാണ് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ഒരു മണിക്കൂറിലേറെ സിലിക്കൺ സെൻട്രൽ മാളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ലുലുവിൽ എത്തിയത്. ഗ്രോസറി, ഹൗസ് ഹോൾഡ്, റോസ്റ്ററി, ഹോട്ട് ഫുഡ്, ബുച്ചറി, ഫിഷ്, ഗാർമെന്റ്സ്, സ്റ്റേഷനറി വിഭാഗങ്ങൾ എന്നിവയെല്ലാം സന്ദർശിച്ച അദ്ദേഹം റിയോയിലും ഏറെ നേരം ചെലവഴിച്ചു. അപ്രതീക്ഷിതമായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ അടുത്ത് കാണാനായതിന്റെ സന്തോഷത്തിലായിരുന്നു ലുലുവിലെത്തിയ ഉപഭോക്താക്കൾ. പലർക്കും സെൽഫി എടുക്കാനും മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്താനുമായിട്ടുണ്ട്. തുടർന്ന് ഫുഡ് കോർട്ടിലും ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സന്ദർശനം നടത്തി. സായുധ കാവലുകൾ ഒന്നുമില്ലാതെയാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത്. ജീവനക്കാർക്കും മറക്കാനാകാത്ത നിമിഷമായിരുന്നു അത്. അപ്രതീക്ഷിതമായി ജനമധ്യത്തിലേക്ക് കടന്നു ചെന്ന് അദ്ദേഹം ജനങ്ങളെ എപ്പോഴും അത്ഭുതപ്പെടുത്തുകയാണ്. ഇതിനു മുമ്പ് ഒരു ദിവസം ഇതുപോലെ തന്നെ കണ്ടിരുന്നു, ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയിരുന്നു. അത് മറ്റൊരു ആവശ്യത്തിനായി അദ്ദേഹം പോയപ്പോഴാണ് ആ മാളിലായിരുന്നു അദ്ദേഹം പോയത്. ഇപ്പോൾ ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് നേരിട്ട് തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു സാധാരണ വീട്ടിലെ ഒരു അച്ഛൻ പോയി സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന പോലെ എല്ലാം നോക്കി കണ്ടൊക്കെ തന്നെ വരുന്നു. അതൊരു ഭരണാധികാരിയാണെന്ന് കൂടി ഒന്ന് നോക്കുക. മുന്നിലും പിന്നിലും ഒന്നും തോക്കുധാരികളായിട്ടുള്ള ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് കൂടി ആലോചിക്കുക. സെൽഫി എടുക്കാനും ദൃശ്യങ്ങൾ പകർത്താനും ഒക്കെ തന്നെ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജനതയോടൊപ്പം അദ്ദേഹം സമയം ചെലവഴിക്കാനും കണ്ടെത്തി എന്നുള്ളതാണ് എന്തായാലും സന്തോഷകരമായ വാർത്ത. UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചുമുള്ള വിമാനയാത്രകൾ സാധാരണ നിലയിൽ പുരോഗമിക്കുന്നു. ഇന്നലെ വൈകിട്ട് 6:05 ദുബായിൽ നിന്ന് കോഴിക്കോടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് AX344 അടക്കം മിക്ക വിമാനങ്ങളും കൃത്യസമയത്ത് തന്നെ പറന്നു. എങ്കിലും അടുത്തിടെ എയർ ഇന്ത്യ എക്സ്പ്രസിനെതിരെ വൈകൽ, സാങ്കേതിക ഓപ്പറേഷണൽ തകരാറുകൾ കാരണം ഒട്ടേറെ പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ UAE-യിൽ നിന്നുള്ള യാത്രക്കാർ ഫുജൈറ, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ നിന്ന് മറ്റു വിമാനങ്ങൾ യാത്ര ചെയ്യുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സാങ്കേതിക കാരണങ്ങളാൽ എയർ ഇന്ത്യയുടെ ചില രാജ്യാന്തര സർവീസുകളും താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എന്നാൽ ഒക്ടോബർ 1-നകം എല്ലാ രാജ്യാന്തര സർവീസുകളും പൂർണ്ണമായി പുനഃസ്ഥാപിക്കണമെന്ന് എയർ ഇന്ത്യ CEO ക്യാമ്പൽ വിൽസൺ അറിയിച്ചു. ബജറ്റ് എയർലൈൻസ് എന്ന് അറിയപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് കൂടാതെ എയർ ഇന്ത്യ, ഇൻഡിഗോ, വിസ്താര, എമിറേറ്റ്സ്, എയർ അറേബ്യ, ഇത്തിഹാദ് ഉൾപ്പെടെയുള്ള പ്രമുഖ വിമാന കമ്പനികളെല്ലാം നിലവിൽ UAE-യിൽ സർവീസുകൾ നടത്തുന്നുണ്ട്. അവധിക്കാലമായതിനാൽ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നും നേരത്തെ തന്നെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യണമെന്നും വിമാന കമ്പനികൾ അറിയിച്ചിരിക്കുകയാണ്. അതേസമയം ഇന്ത്യൻ വിമാന കമ്പനികൾ ക്യാബിൻ ബാഗേജ് നിയമങ്ങൾ കർശനമാക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ വന്നിട്ടില്ല. യാത്രക്കാർക്ക് ഒരു ക്യാബിൻ ബാഗേജ് മാത്രമേ അനുവദിക്കൂ. അതിന്റെ ഭാരം 7 കിലോയിൽ കൂടാൻ പാടില്ല എന്നും നിയമങ്ങൾ കർശനമാക്കിയേക്കുമെന്ന സൂചനയുണ്ട്. യാത്ര പുറപ്പെടുന്നതിന് മുൻപ് അതത് വിമാന കമ്പനികളുടെ വെബ്സൈറ്റുകൾ വഴി ബാഗേജ് നിയമങ്ങൾ പരിശോധിക്കുന്നത് ഉചിതമാകും. ഫുജൈറയും അതുപോലെ തന്നെ റാസൽ ഖൈമയും മലയാളികൾ ഏറ്റവും കൂടുതൽ എത്തുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. ഫുജൈറ, റാസൽ ഖൈമ വിമാനത്താവളങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ കുറവാണെങ്കിലും മറ്റ് കേന്ദ്രങ്ങൾ വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റുകൾ ലഭ്യമാണ്. താരതമ്യേന നിരക്കും കുറവായതിനാൽ തന്നെ മലയാളികൾ അടക്കമുള്ള പ്രവാസികൾ ഈ വിമാന കമ്പനികളിൽ നിന്ന് വിമാനത്താവളത്തിൽ നിന്ന് യാത്ര പതിവാക്കിയിരിക്കുകയാണ്. പല വിമാന കമ്പനികളും ദുബായിൽ നിന്നും ഷാർജയിൽ നിന്നും അവരുടെ യാത്രക്കാർക്ക് ഇവിടങ്ങളിലേക്ക് നേരിട്ട് സൗജന്യ ബസ് സർവീസ് ഏർപ്പെടുത്തിയതും ഗുണകരമാകുന്നുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം യാത്രക്കാരോട് കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധ സൂചകമായി താൻ ഇപ്രാവശ്യം നാട്ടിലേക്കുള്ള യാത്ര ഫുജൈറയിൽ നിന്നാണ് പുറപ്പെടുന്നതെന്ന് ദുബായിൽ ബിസിനസ്സുകാരനായ കോഴിക്കോട് സ്വദേശി സലീം അലി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതും സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതാണ്. ഫുജൈറയിൽ നിന്ന് കേരളത്തിലെ വിമാനത്താവളങ്ങളിലേക്ക് നിലവിൽ നേരിട്ടുള്ള വിമാനങ്ങൾ വളരെ കുറവാണ്. സാധാരണയായി സ്പേസ് ജെറ്റ്, ഇൻഡിഗോ എയർലൈൻസ് എന്നിവയാണ് കൊച്ചി, കണ്ണൂർ എന്നിവിടങ്ങളിലേക്ക് സർവീസുകൾ നടത്തുന്നത്. സ്പേസ് ജെറ്റ് എയർലൈൻസ് ഫുജൈറയിൽ നിന്ന് കൊച്ചിയിലേക്ക് ചില ദിവസങ്ങളിൽ നേരിട്ടുള്ള സർവീസുകൾ നടത്താറുണ്ട്. യാത്രയ്ക്ക് ഏകദേശം 4 മണിക്കൂർ സമയമെടുക്കും. ഇൻഡിഗോയും സ്പേസ് ജെറ്റും ചിലപ്പോൾ നേരിട്ടുള്ള സർവീസുകൾ നടത്താറുണ്ട്. ഫുജൈറയിൽ നിന്ന് കണ്ണൂരിലേക്ക് ഏകദേശം 4 മണിക്കൂറിനടുത്ത് യാത്രാ സമയമെടുക്കും. എയർ ഇന്ത്യ എക്സ്പ്രസ് കൂടാതെ എയർ ഇന്ത്യ, ഇൻഡിഗോ, വിസ്താര, എമിറേറ്റ്സ്, എയർ അറേബ്യ, ഇത്തിഹാദ് ഉൾപ്പെടെയുള്ള പ്രമുഖ വിമാന കമ്പനികളെല്ലാം നിലവിൽ UAE-യിൽ സർവീസുകൾ നടത്തുന്നുണ്ട്.
ഇനി റാസൽ ഖൈമ രാജ്യാന്തര വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ കൂടി നോക്കുകയാണെങ്കിൽ റാസൽ ഖൈമയിൽ നിന്ന് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ എന്നിവിടങ്ങളിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ ലഭ്യമാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ എന്നിവയാണ് കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് സർവീസ് നടത്തുന്നത്. ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവയുടെ നേരിട്ടുള്ള വിമാനങ്ങൾ കൊച്ചിയിലേക്ക് ലഭ്യമാണ്. രാത്രി വൈകിയും പുലർച്ചെയുമായിരിക്കും ഈ സർവീസുകൾ. യാത്രാ സമയം ഏകദേശം 4 മണിക്കൂറാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് നേരിട്ടുള്ള സർവീസ് നടത്തുന്നുണ്ട്. യാത്രാ സമയം ഏകദേശം 3 മണിക്കൂർ 55 മിനിറ്റുമാണ്. 2 കേന്ദ്രങ്ങളിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്തെ ലഭ്യത, യാത്രാ തീയതി, വിമാന കമ്പനി എന്നിവയെ ആശ്രയിച്ചിരിക്കും ടിക്കറ്റ് നിരക്ക്. അവധിക്കാലമായതുകൊണ്ട് നിരക്കുകൾ ഉയർന്നേക്കാം. യാത്ര ചെയ്യുന്നതിന് കുറഞ്ഞത് 2 മുതൽ 3 ആഴ്ച മുൻപ് ബുക്ക് ചെയ്യുന്നത് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കാൻ സഹായിക്കും. യാത്ര പുറപ്പെടുന്നതിന് മുൻപ് വിമാനത്തിന്റെ സമയം, ബാഗേജ് നിയമങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുന്നത് യാത്ര എളുപ്പമാക്കും. UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള വിമാനയാത്രകൾ സാധാരണ നിലയിൽ പുരോഗമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് UAE-യിലേക്ക് ഈ മാസം കൂടിയ നിരക്ക്. വേനൽ അവധി കഴിഞ്ഞ് വിദ്യാലയങ്ങൾ സെപ്റ്റംബർ ആദ്യം തുറക്കുന്നതിനാലാണ് നാട്ടിലുള്ള പ്രവാസി കുടുംബങ്ങൾ തിരിച്ചു വരാൻ ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട്. പലരും നേരത്തെ മടക്ക ടിക്കറ്റ് എടുത്തതിനാൽ തന്നെ അവരെ ഉയർന്ന നിരക്ക് കാര്യമായി ബാധിക്കില്ല എങ്കിലും അല്ലാത്തവർക്ക് പണി കിട്ടും. 1000-ൽ കുറഞ്ഞ നിരക്കിൽ ഈ മാസം ഇനിയുള്ള ദിവസങ്ങളിൽ ടിക്കറ്റ് ലഭ്യമാവുകയുമില്ല. 16,000 രൂപ മുതൽ 24,000 രൂപ വരെയാണ് നിലവിൽ ലഭ്യമായ ടിക്കറ്റ് നിരക്ക്. എനിക്ക് തോന്നുന്നു പ്രവാസികൾ നേരത്തെ തന്നെ ഒരു പക്ഷേ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിവേഗ ട്രാക്കിലൂടെ മെല്ലെ പോകുന്ന വാഹനങ്ങൾക്ക് ദുബായ് പോലീസിന്റെ മുന്നറിയിപ്പ്. അതിവേഗ ട്രാക്കിൽ വേഗപരിധി പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വേഗം കുറഞ്ഞ ട്രാക്കിലേക്ക് മാറേണ്ടതാണ്. അതിവേഗ ട്രാക്കിലൂടെ മെല്ലെ നീങ്ങുന്നത് പിന്നാലെ വരുന്ന വാഹനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയും അപകടമുണ്ടാക്കുകയും ചെയ്യും. അതിവേഗ ട്രാക്കിലൂടെ വേഗം കുറച്ചു പോകുന്ന വാഹനങ്ങളെക്കുറിച്ച് പരാതി വ്യാപകമായതോടെയാണ് മുന്നറിയിപ്പ്. മെല്ലെ പോകുന്നവർ കാരണം നഗരം ഗതാഗത കുരുക്കിലാകുന്നത് പതിവാണ്. ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങൾ പലതും ക്രൂയിസ് കൺട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ്. അതിവേഗ ട്രാക്കിൽ സഞ്ചരിക്കേണ്ട വേഗം സെറ്റ് ചെയ്തായിരിക്കും പലരും വണ്ടി ഓടിക്കുന്നത്. ക്രൂയിസ് മോഡിൽ വാഹനങ്ങൾ വേഗത്തിൽ വരുമ്പോഴാണ് മെല്ലെ പോകുന്നവർ തടസ്സമാകുന്നത്. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴും അപ്രതീക്ഷിതമായി ലെയിൻ മാറുമ്പോഴും മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിക്കാനും അപകടമുണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. 2023-ൽ രാജ്യത്തെ റോഡുകളിൽ വേഗക്കുറവിന്റെ പേരിൽ 3 ലക്ഷത്തിലധികം വാഹനങ്ങൾക്ക് ട്രാഫിക് പിഴ കൂട്ടിയിട്ടുണ്ട്. വേഗം കുറച്ചതിന്റെ പേരിൽ പല സ്ഥലങ്ങളിലും അപകടമുണ്ടായതായും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നു. വേഗക്കുറവിന് 400 ദിർഹമാണ് പിഴ. വേഗം കുറച്ചു പോകേണ്ടവർക്ക് വലതുവശത്തെ ട്രാക്കിലൂടെ യാത്ര ചെയ്യാം. ഇവിടെ പോലും റോഡിൽ നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ വേഗപരിധിയിൽ താഴെ വാഹനം ഓടിക്കാൻ പാടില്ല. ഇടത്തെ ട്രാക്കുകൾ അതിവേഗം പോകേണ്ടവർക്കും ഓവർടേക്കിങ്ങിനും ഉള്ളതാണ്. പതുക്കെ പോകുന്നത് സുരക്ഷിതമാണെന്ന് കരുതുന്നവരുണ്ട്. ഷേഖ് സായിദ് റോഡിൽ ജബൽ അലി വരെ കുറഞ്ഞ വേഗപരിധി 60 കിലോമീറ്ററും ഉയർന്ന വേഗപരിധി 100 കിലോമീറ്ററുമാണ്. ഈ വേഗപരിധി പാലിക്കാൻ എല്ലാ വാഹനങ്ങളും ബാധ്യസ്ഥരാണ്. 25 വർഷത്തിലേറെയായി ജുബൈലിൽ ജോലി ചെയ്യുന്ന പ്രവാസി മലയാളി അന്തരിച്ചു. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ജുബൈലിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന കോഴിക്കോട് കൊടുവള്ളി കരുവമ്പൊഴിയിൽ സ്വദേശിയായിട്ടുള്ള അബ്ദുറൌഫ് ചീരുൻകണ്ടിയിൽ ആണ് മരിച്ചത്. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. 48 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. 25 വർഷത്തിലേറെയായി ജുബൈലിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹം സജീവ KMCC പ്രവർത്തകൻ കൂടിയാണ്. കോഴിക്കോട് കിനാലൂർ സ്വദേശിനി സജ്ന ഒറൂഫ് ആണ് ഭാര്യ. 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയുമാണുള്ളത്. പ്രവാസി വെൽഫെയർ ജനസേവന വിഭാഗം കൺവീനർ സലീം ആലപ്പുഴയുടെ നേതൃത്വത്തിൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഒപ്പം ഹൃദയാഘാതം മൂലം മലയാളി റിയാദിൽ നിര്യാതനായെന്ന വാർത്ത കൂടി വരുന്നുണ്ട്. മലപ്പുറം പരപ്പരങ്ങാടി ചിറമംഗലം സ്വദേശി ഫൈസൽ മേലെ വീട്ടിൽ എന്ന 46 വയസ്സുകാരനാണ് മരിച്ചത്. റിയാദിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ട് ബദ്ഹയിലെ സ്വകാര്യ ക്ലിനിക്കിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് ഷുമൈസി ആശുപത്രിയിലെ ICU-വിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. പിതാവ് അബൂബക്കർ, മാതാവ് ഐഷ, ഭാര്യ സമീറ, മക്കൾ ഫഹ്വാൻ, ഐഷ, ഫിസ, അതുപോലെ തന്നെ റിയാദ്. KMCC മലപ്പുറം ജില്ലാ വെൽഫെയർ വിംഗ് ചെയർമാൻ റഫീഖ് ചെറുമുക്ക്, അതുപോലെ തന്നെ ജനറൽ കൺവീനർ റിയാസ് ചിങ്ങത്ത, ഉസ്മാൻ ചെറുമുക്ക്, അബ്ദുറൌഫാൻ ചേലാമ്പ്ര എന്നിവരുടെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. ദുബായിൽ നിന്ന് മനിലയിലേക്ക് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന യാത്രക്കാർക്ക് ഗംഭീര ഓഫറുമായി സെബു പസഫിക് CEB. ഓഗസ്റ്റ് സെയിൽ ഓഫറിന്റെ ഭാഗമായി ദുബായിൽ നിന്ന് മനിലയിലേക്ക് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന യാത്രക്കാർക്ക് ഇപ്പോൾ വെറും 8 ദിർഹം അടിസ്ഥാന നിരക്കാണ്. 8 ദിർഹം മുതൽ ടിക്കറ്റ് ലഭിക്കും. അതായത് വെറും 190 ഇന്ത്യൻ രൂപ മാത്രമേ ടിക്കറ്റിന് ചെലവാകൂ എന്നർത്ഥം. ഫിലിപ്പീൻസിലെ മുൻനിര വിമാന കമ്പനിയാണ് സെബു പസഫിക്. ഓഗസ്റ്റ് 7 മുതൽ 10 വരെ ദുബായിൽ നിന്നുള്ളവർക്ക് മനിലയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. വൺ വേ അടിസ്ഥാന നിരക്കായ 8 ദിർഹം മുതലാണ് ടിക്കറ്റ് നിരക്ക്. ഫീസും സർചാർജുകളും ഒഴികെയുള്ള നിരക്കാണ് ഇത്. ഇതേസമയം ഈ ഓഫറിന്റെ ഭാഗമായുള്ള യാത്രാ കാലയളവ് 2026 ഫെബ്രുവരി 1 മുതൽ
ജൂൺ 30 വരെയാണ്. എയർലൈനിന്റെ ഏറ്റവും വിശാലമായ ആഭ്യന്തര വ്യാപ്തി ഉപയോഗിച്ച് യാത്രക്കാർക്ക് ഫിലിപ്പീൻസ് തലസ്ഥാനത്തേക്കോ എയർലൈനിന്റെ മറ്റ് പ്രധാന പ്രാദേശിക കേന്ദ്രങ്ങളായ ക്ലാർക്ക്, സെബു, ഇലോയിലോ, ഡാവോ എന്നിവയുമായോ ബന്ധിപ്പിച്ച് രാജ്യത്തിനുള്ളിൽ വേഗത്തിലുള്ള അന്തർദ്വീപ് പ്രവേശനത്തിനായി യാത്രകൾ ആസൂത്രണം ചെയ്യാൻ കഴിയും. മനിലയിൽ നിന്ന് ഡ്യുമാഗ്യൂട്ട, ഇലോയിലോ എന്നിവയുൾപ്പെടെ 27 ഫിലിപ്പൈൻ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും CEB പറക്കുന്നുണ്ട്. മനിലയിൽ നിന്ന് വെറും 2 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ ക്ലാർക്ക് അമ്പെയ്ത്ത് അല്ലെങ്കിൽ മൗണ്ട് പിനാറ്റുബോയിലേക്കുള്ള ട്രെക്കിംഗ് പോലുള്ള സംവിധാനങ്ങൾ ഉള്ളിടത്തേക്കും എത്താം. CEBയുടെ ക്ലാർക്ക് ഹബ്ബ് പ്രശസ്തമായ ഭൂഗർഭ നദിയുടെ പ്രത്യേകതയുള്ള പ്യൂർട്ടോ പ്രിൻസസയിലേക്കുള്ള ഒരു ജമ്പ് ഓഫ് പോയിന്റായും വർത്തിക്കും. ഇതുകൂടാതെ ദ്വീപ ഹോപ്പിംഗ് ടൂറുകളും ഇവിടെ ലഭ്യമാണ്. 190 രൂപയ്ക്ക് ഒരു വിമാനയാത്ര എന്ന് പറയുന്നത് നല്ലതാണ്. പക്ഷെ ടാക്സ് ഒന്നും കൂട്ടാതെയാണ്, അത് കൂടും. അതെ, നമുക്ക് നോക്കാം. 2026 ജനുവരി ഫെബ്രുവരി മുതലാണ് ഇത് യാത്ര ചെയ്തതിനു ശേഷം യാത്ര ചെയ്യാൻ സാധിക്കുക. സൗദിയിൽ പ്രീമിയം ഇക്കാമകൾക്കുള്ള അപേക്ഷകൾ വർധനവ് ഉണ്ടാകുന്നു എന്ന് വാർത്ത വരുന്നുണ്ട്. 2024-ലും 2025-ലുമായി 40,000 അപേക്ഷകൾ ലഭിച്ചതായി പ്രീമിയം റെസിഡൻസി പ്ലാറ്റ്ഫോം വെളിപ്പെടുത്തി. ആഗോള പ്രതിഭകളെയും നിക്ഷേപകരെയും ആകർഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പദ്ധതിക്കുള്ള മികച്ച പ്രതികരണമായതെന്നും പ്ലാറ്റ്ഫോം വ്യക്തമാക്കി. ഇവയിൽ 8,000-ലധികം പേർക്ക് പ്രീമിയം ഇക്കാമകൾ അനുവദിച്ചു. ഏറ്റവും കൂടുതൽ പ്രീമിയം ഇക്കാമകൾ അനുവദിച്ചത് അസാധാരണ പ്രതിഭാ വിഭാഗത്തിലാണ്. 5,578 പെർമിറ്റുകൾ. പ്രതിഭാ വിഭാഗങ്ങൾ 348 പെർമിറ്റുകളും ബാക്കിയുള്ളവ റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥ, സംരംഭകത്വം, ബിസിനസ്, നിക്ഷേപം എന്നീ വിഭാഗങ്ങളിലുമായാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത് പ്ലാറ്റ്ഫോം ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള അക്കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷം തുടക്കത്തിലാണ് പ്രീമിയം റെസിഡൻസി അനുവദിക്കുന്നതിനുള്ള വിഭാഗങ്ങളെ വിപുലീകരിച്ചത്. 2-ൽ നിന്നും 7-ആയാണ് ഉയർത്തിയത്. അസാധാരണ പ്രതിഭ, ബിസിനസ്, നിക്ഷേപകൻ, അതുപോലെ തന്നെ സംരംഭകൻ, റിയൽ എസ്റ്റേറ്റ് ഉടമ, ലിമിറ്റഡ്, അൺലിമിറ്റഡ് ഡ്യൂറേഷൻ പ്രീമിയം റെസിഡൻസി എന്നിവയാണ് വിഭാഗങ്ങൾ. ഉയർന്ന മൂല്യമുള്ള വ്യക്തികൾക്ക് സ്പോൺസറുടെ ആവശ്യമില്ലാതെ സൗദിയിൽ താമസിക്കുവാനും ജോലി ചെയ്യാനും നിക്ഷേപിക്കുവാനും അനുവാദം നൽകുന്നതാണ് പ്രീമിയം റെസിഡൻസി പെർമിറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഈ പെർമിറ്റിന് ആവശ്യക്കാരുടെ എണ്ണം ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യയിലെ സ്കൂളുകളിൽ അധ്യയനം വീണ്ടും 2 സെമസ്റ്റർ രീതിയിലേക്ക് മാറ്റാൻ തീരുമാനമായി. നിലവിൽ 4 വർഷമായി തുടരുന്ന 3 സെമസ്റ്റർ സമ്പ്രദായം ഇതോടെ അവസാനിക്കും. അടുത്ത അധ്യയന വർഷം മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിൽ നിയോമിൽ ചേർന്ന പ്രതിവാര മന്ത്രിസഭാ യോഗത്തിലാണ് ഈ സുപ്രധാനമായ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖലയിലെ ഉദ്യോഗസ്ഥർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവരുമായി നടത്തിയ വിശദമായ പഠനങ്ങൾക്ക് ശേഷമാണ് പുതിയ മാറ്റം. വിദ്യാഭ്യാസത്തിന്റെ നിലവാരം സെമസ്റ്ററുകളുടെ എണ്ണത്തെ ആശ്രയിക്കുന്നില്ല എന്ന് ഈ പഠനങ്ങളിൽ കണ്ടെത്തിയിരുന്നു. പുതിയ തീരുമാനം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. പഠനത്തിന്റെ ഭാരം കുറയ്ക്കുന്നതിനും കൂടുതൽ കാര്യക്ഷമമായ വിദ്യാഭ്യാസ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും ഈ മാറ്റം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മന്ത്രിസഭയുടെ ഈ തീരുമാനത്തെ അഭിനന്ദിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം പ്രസ്താവന പുറത്തിറക്കി. അടുത്ത 2.5 ആഴ്ചയ്ക്കുള്ളിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുമെന്നാണ് സൂചന. 3 സെമസ്റ്ററായിരുന്നു, അതിൽ നിന്ന് 2-ലേക്ക് ചുരുങ്ങി. UAEയിൽ ഇന്ന് റെക്കോർഡ് താപനില രേഖപ്പെടുത്തി. ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന താപനിലയായ 51.8 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്താനായി നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷത്തിനിടയിലെ ഓഗസ്റ്റ് മാസത്തിലെ ഏറ്റവും ഉയർന്ന ചൂടാണ് അനുഭവപ്പെട്ടത്. അബുദാബിയിലെ അലൈൻ മേഖലയിലുള്ള സ്വീഹാനിൽ ഓഗസ്റ്റ് ആദ്യ ദിവസം ഉണ്ടായ താപനിലയിൽ നിന്ന് റെക്കോർഡ് താപനില രേഖപ്പെടുത്തിയതായാണ് അധികൃതർ അറിയിച്ചത്. 2017-ൽ മെസാസിറയിൽ രേഖപ്പെടുത്തിയ 51.4 സെൽഷ്യസ് ഡിഗ്രി എന്ന റെക്കോർഡ് ഇതോടെ മറികടന്നു. ഇത് വർഷങ്ങളായി രാജ്യത്ത് ചൂടിന്റെ തീവ്രത വർദ്ധിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് മരുഭൂമി നിറഞ്ഞ സ്വീഹാന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ് ഇത്രയും അധികം ഉയർന്ന താപനിലയ്ക്ക് കാരണമായത് എന്നാണ് വ്യക്തമാക്കുന്നത്. താഴ്ന്ന പ്രദേശങ്ങളും മരുഭൂമികളും കാരണം ഈ പ്രദേശങ്ങളിൽ UAEയിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. ഇതുകൂടാതെ 2025-ലെ ഈ ഉഷ്ണതരംഗം തീവ്രതയിലും ദൈർഘ്യത്തിലും ചരിത്രപരമാണ് എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. കടുത്ത ചൂടിനൊപ്പം തന്നെ രാജ്യത്ത് ശക്തമായ പൊടിക്കാറ്റും വീശുന്നുണ്ട്. വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് 25 മുതൽ 40 കിലോമീറ്റർ വരെ മണിക്കൂറിൽ വീശിയേക്കാവുന്ന വരണ്ട കാറ്റ് കാഴ്ച കുറയ്ക്കാനും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് എന്ന് NCM മുന്നറിയിപ്പ് നൽകി. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സുരക്ഷിതമായിരിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ചൂട് കൂടുന്നതിനാൽ എല്ലാവരും വീടുകളിൽ തന്നെ സുരക്ഷിതരായിരിക്കുക
നിർത്തിയിടണം എന്നും ഉച്ചയ്ക്ക് 12 മുതൽ വൈകുന്നേരം 4 വരെ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ധാരാളം വെള്ളം കുടിച്ച് ശരീരത്തെ നിർജ്ജലീകരണത്തിൽ നിന്ന് സംരക്ഷിക്കുക, ഇടയ്ക്കിടയ്ക്ക് തണുപ്പുള്ള സ്ഥലങ്ങളിൽ വിശ്രമിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. പുറംപണി ചെയ്യുന്ന തൊഴിലാളികൾക്കായി ജോലി സമയം നേരത്തെയാക്കാനും വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുവാനും അധികാരികൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ സ്ഥാപന ഉടമയ്ക്ക് നേരെ കടുത്ത നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ചില പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങൾ കനത്ത മഴ ലഭിച്ചിരുന്നു. ഇത് ഉയർന്ന ചൂടിന് ആശ്വാസമായെങ്കിലും നിലവിൽ ഉച്ച സമയങ്ങളിൽ കടുത്ത ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. UAE-യിൽ മൂടൽമഞ്ഞും മഴയും ചൂടും കാലാവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനാൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ ആരോഗ്യം അതുപോലെ തന്നെ അത് പ്രധാനമായും ശ്രദ്ധിക്കണമെന്ന അറിയിപ്പ് കൂടി വരുന്നുണ്ട്. സർക്കാർ സ്വകാര്യ മേഖലകളിലെ ഒമാനി ജീവനക്കാരുടെ ശമ്പളത്തിൽ വലിയ അന്തരമെന്ന് നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ പുറത്തുവിട്ട പുതിയ കണക്കുകൾ. സർക്കാർ ജീവനക്കാരെ അപേക്ഷിച്ച് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒമാനികളിൽ ഭൂരിഭാഗത്തിനും കുറഞ്ഞ ശമ്പളമാണ് ലഭിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. സർക്കാർ മേഖലയിൽ 3,92,811 ഒമാനികളും സ്വകാര്യ മേഖലയിൽ 3,48,866 ഒമാനികളുമാണ് 2024 തൊഴിലുറപ്പ് നേടിയവർ. ഈ സംഖ്യകൾ ഏതാണ്ട് തുല്യമാണെങ്കിലും ശമ്പളത്തിന്റെ കാര്യത്തിൽ സ്ഥിതി നേർവിപരീതം. സ്വകാര്യ മേഖലയിലെ ഒമാനി ജീവനക്കാരിൽ 65% പേർക്കും പ്രതിമാസം 600 റിയാലിൽ താഴെയാണ് ശമ്പളം ലഭിക്കുന്നത്. അതേസമയം സർക്കാർ മേഖലയിൽ ഈ ശമ്പള പരിധിയുള്ളവർ 12% താഴെ മാത്രമാണ്. ശമ്പളത്തിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ അന്തരമുള്ളത് താഴ്ന്ന വരുമാനക്കാരുടെ വിഭാഗത്തിലാണ്. സ്വകാര്യ മേഖലയിലെ 40% ജീവനക്കാർക്ക് 1,38,632 പേരുണ്ട്. ഇവർക്ക് 325 റിയാലിനും 400 റിയാലിനും ഇടയിലാണ് ശമ്പളം ലഭിക്കുന്നത്. എന്നാൽ സർക്കാർ മേഖലയിൽ ഈ വരുമാനമുള്ളവർ 1.3%, ഏകദേശം 5,077 പേർ മാത്രമാണ്. ഉയർന്ന വരുമാനക്കാരുടെ കാര്യത്തിൽ ഈ അസമത്വം നേരെ തിരിച്ചാണ്. പ്രതിമാസം 2,500 റിയാലിൽ അധികം ശമ്പളം വാങ്ങുന്ന 16,172 ഒമാനികൾ സ്വകാര്യ മേഖലയിലുണ്ട്. സർക്കാർ മേഖലയിൽ ഈ വിഭാഗത്തിൽ 5,689 പേരാണുള്ളത്. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലും വലിയ ലിംഗവിവേചനം നിലനിൽക്കുന്നുണ്ട്. ആകെ 7,40,877 ഒമാനി ജീവനക്കാരിൽ 2,15,671 പേർ മാത്രമാണ് സ്ത്രീകൾ. ഉയർന്ന ശമ്പളമുള്ള തസ്തികകളിൽ പുരുഷന്മാരാണ് കൂടുതലെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. നിർമ്മാണം, ഉൽപാദനം, മൊത്ത ചില്ലറ വ്യാപാരം, കൃഷി, ഗതാഗതം, സംഭരണം തുടങ്ങിയ മേഖലകളിലാണ് സ്വകാര്യ മേഖലയിലെ ഒമാനി പൗരന്മാരിൽ ഭൂരിഭാഗവും ജോലി ചെയ്യുന്നത്. അതേസമയം ഒമാനിലെ വിദേശ തൊഴിലാളികളിൽ ഏറ്റവും കൂടുതൽ പേർ ജോലി ചെയ്യുന്നതും നിർമ്മാണ മേഖലയിലാണ്. എത്ര ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാലും അവരുടെ വേതനം കുറവാണ്. പക്ഷെ അപ്പോഴും ഈ കുറഞ്ഞ വേതനത്തിലും ജോലി ചെയ്യാൻ വരിക എന്ന് പറയുന്നത് അവരുടെ ഒരു അവസ്ഥ തന്നെയാണ്. തീർച്ചയായിട്ടും കുറഞ്ഞ വേതനം കൊടുക്കുന്നവർ കൂട്ടി നൽകാൻ തയ്യാറാവുക എന്നുള്ളതാണ്. മറ്റു വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. അതുവരേക്കും നമസ്കാരം.